ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജം ടോക്കീസ്. അപ്പം ആദില ദ റിയൽ കട്ടപ്പ ഓഫ് ദ ബിഗ് ബോസ് സീസൺ 7 എന്ന് തന്നെ പറയണം. ഇപ്പം ആദിലയുടെയും നൂറയുടെയും ഫാൻസ് വന്ന് ന്യായീകരണവും മെഴുകലും ഒക്കെ നടക്കുന്നുണ്ട്. കൊമൻസിലൊക്കെ ഞാൻ കാണുന്നുണ്ട്, എല്ലാം ഞാൻ കാണുന്നുണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ളത് ആദില ഇസ് എ റിയൽ കട്ടപ്പ. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ വിചാരിച്ചിരുന്നു ശൈത്യക്കായിരുന്നു ആ പേര് ഓൾറെഡി നമ്മൾ സജസ്റ്റ് ചെയ്തത്. ഒന്നുമല്ല. ഇന്നത്തെ എപ്പിസോഡിൽ നോമിനേഷനിൽ ആദില പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാം. ആദില ഈസ് എ റിയൽ കട്ടപ്പ. ഓക്കെ, ഫസ്റ്റ് ഷാനവാസിനെ പറ്റിയാണ് പറയുന്നത്. കോളിംഗ് എടി പോടി അതൊക്കെ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആൻഡ് ഓൾസോ പുള്ളിക്കാരി പറഞ്ഞത് ലക്ഷ്മിയുമായിട്ടാണ് ഇപ്പോൾ കൂടുതൽ എന്താ പറയുക സംസാരം എന്ന്. അതിലേക്ക് എന്തെങ്കിലും പോസസീവ്നെസ് ഫീൽ ചെയ്യുന്നുണ്ടോ? അല്ല, എനിക്കറിയാൻ വയ്ക്കുക. ആദിലയ്ക്കും നൂറയ്ക്കും വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ, പെങ്ങന്മാരെ പോലെ കണ്ടിട്ടാണ് സത്യം പറഞ്ഞാൽ ഷാനവാസ് എന്ത് ചെയ്തത്, അനീഷിനോടും ലക്ഷ്മിയോടും ഒക്കെ ഫൈറ്റ് ചെയ്തത്. എനിക്ക് മനസ്സിലാകുന്നത് ഷാനവാസിന് ഇത് തന്നെ കിട്ടണം. ബിക്കോസ് വേറെ ഒന്നും കൊണ്ടല്ല, മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനിയിപ്പം ഒരു പ്രൊമോ ഇറങ്ങിയിട്ടുണ്ട്, അതിൽ നല്ല ഫൈറ്റ് നടക്കുന്നുണ്ട്. ന്യായീകരണവും മെഴുകലുമായിട്ട് അതിൻ്റെ കമൻറ്റ് ബോക്സും ഞാൻ കണ്ടിട്ടുണ്ട്, എല്ലാം കൊണ്ടും. പക്ഷേ അതിൽ ഇന്ന് പറഞ്ഞ നോമിനേഷനിൽ പറഞ്ഞ കാര്യങ്ങൾ, അവർക്കൊരു സ്ഥാനം കൊടുത്തതും അവരെ ഒരു സിസ്റ്റേഴ്സാക്കി മനസ്സിൽ വെച്ചതും ഒക്കെ ഷാനവാസിനിപ്പോൾ ഒരു പാരയായിട്ട് മാറി. ഷാനവാസ് മെയിൻലി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇവരെ പെങ്ങളാക്കി വെച്ചതുകൊണ്ട് എനിക്കൊരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. അതേപോലെ തന്നെ ഒരു ഉമ്മ വന്ന്, അതായത് ഷാനവാസിൻ്റെ മരിച്ചുപോയ ഉമ്മ വന്ന് പറഞ്ഞതുപോലെ എനിക്ക് തോന്നി. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഷാനവാസ് പറയുന്നുണ്ട്. ഈവൻ അനീഷ് ആൻഡ് ആദില ബാക്ക് സ്റ്റാബ് ചെയ്തു. ഷാനവാസിനെ പറ്റി പറഞ്ഞു. ഇനിയിപ്പം അനീഷിൻ്റെ ഫാൻസ് വന്നിട്ട് ഇറങ്ങിയിട്ട് പറയും PR ഫ്രണ്ട്ഷിപ്പില്ല, ഗെയിമിൽ ഫ്രണ്ട്ഷിപ്പില്ല, മുഖത്ത് നോക്കി പറയും, കാര്യങ്ങളുള്ളതുപോലെ പറയും എന്നൊക്കെ വന്ന് പറയും. എനിവേ, അതൊക്കെ അവരുടെ ഇഷ്ടം. പക്ഷേ ആദില യു ആർ എ ബാക്ക് സ്റ്റാബ് ആൻഡ് എ റിയൽ കട്ടപ്പ. കാരണം എന്തൊക്കെയാണ് ഷാനവാസിനെ പറ്റി സംസാരിച്ചത്? ഇങ്ങനെയായിരുന്നോ? ഇപ്പോൾ ഒരു ഓപ്പൺ നോമിനേഷൻ വന്നാൽ നീ അത് ചെയ്യത്തില്ല. ബിക്കോസ് ആദിലയ്ക്ക് ഒരു വോട്ടേ കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് അതിൽ നോമിനേഷൻ ഇല്ലാത്തത് കാരണം കുറച്ചുകൂടെ അഹങ്കാരം അതിലേക്ക് കൂടിയിട്ടുണ്ട്. എനിവേ, അപ്പം അതിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒരു എസ്സേ പോലെ എനിക്ക് തോന്നുന്നു ഒരു 10-20 മിനിറ്റ് ഷാനവാസിനെ പറ്റി തന്നെ പറഞ്ഞിട്ടുണ്ട്. ആങ്ങള ചമ്മേലിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഓൾറെഡി സപ്പോർട്ട് ചെയ്ത് വെച്ച സാധനങ്ങളായതാണ്. അതിലെ സപ്പോർട്ട് ചെയ്ത ഒരാളെ പറ്റിയാണ് ഇത്. സത്യം പറഞ്ഞാൽ റിയാസ് വന്ന സമയത്ത് ഇവളുടെ റിയൽ മുഖം ഷാനവാസ് കണ്ടതാണ്. അപ്പോൾ കരഞ്ഞ് മെഴുകി പുറകിപ്പോയി ആണ് ഷാനവാസിനെ കൺവിൻസ് ചെയ്ത് ബാക്ക് ട്രാക്കിലേക്ക് കൊണ്ടുവന്ന് വീണ്ടും അവർ ഒന്നിച്ചത്. ഇത് ഷാനവാസിന് മനസ്സിലായിട്ടുണ്ട്, ഇതൊരു ബാധ്യതയായിട്ടുണ്ട്, നെഗറ്റീവായിട്ടുണ്ടെന്ന് ഷാനവാസിന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഷാനവാസ് ഇനി കറക്റ്റ് ട്രാക്കിൽ തന്നെ ആയിരിക്കും പോകുന്നതെന്ന് എനിക്കൊരു ഉറപ്പുണ്ട്. എനിവേ, ഡേർട്ടി ഗെയിം എന്നുദ്ദേശിച്ച് അങ്ങനത്തെ ഒരു, പിന്നെ ആദില ക്യാപ്റ്റനാണ് അനീഷിനോട് സംസാരിച്ച സമയത്ത് ആൾ പുറകെ വന്ന്, ബിക്കോസ് അവരൊക്കെ ആയിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. സത്യം പറഞ്ഞാൽ ഷാനവാസിന് അനീഷിനെ ഇഷ്ടമാണ്, അനീഷിന് ഷാനവാസിനെ ഇഷ്ടമാണ്. അവരുടെ ഉള്ളിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ആദിലയും കമ്പാരിറ്റീവ്ലി അന്ന് അവന് ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് അവരുടെ സംസാരത്തിനിടയ്ക്ക് പുറകെ പോയി. അതിൻ്റെ കാര്യങ്ങളും പറയുന്നുണ്ട്. സീക്രട്ട് ടാസ്ക് കൊളവാക്കിയ കാര്യങ്ങളും എല്ലാം തന്നെ വളരെ വൃത്തിയായിട്ടും വിശദമായിട്ടും അതിൽ അവിടെ നിന്ന് പറയുന്നുണ്ട്. പക്ഷേ ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് തിങ് എന്ന് പറഞ്ഞാൽ ഷാനവാസ് ആദിലിനെ പറ്റി പറഞ്ഞിട്ടില്ല. ഷാനവാസ് പറഞ്ഞ നോമിനേഷൻ അക്ബർ ആൻഡ് ആര്യനാണ്. ഓക്കെ, ഏതായാലും ആദില ഇങ്ങനെ തന്നെ പോയാൽ ഉടനെ തന്നെ വീട്ടിൽ പോകാം.